ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെറ്റീരിയൽ കോസ്റ്റിലെ ബാക്കി പെൻഡിങ് ആയ കുറച്ച് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പാർട്ട് 1 വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പാർട്ട് 1 വീഡിയോ കാണാം. കാരണം ഫസ്റ്റ് വീഡിയോയിലാണ് നമ്മൾ ഫുൾ കോൺസെപ്റ്റുകളും ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് ഇറങ്ങിയത്. ഇനി നേരിട്ട് നമുക്ക് വീഡിയോസിലേക്ക് പോകാം. ഇനി നേരിട്ട് പ്രാക്ടിക്കൽ പ്രോബ്ലം 4ലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ എക്സാം ഹാളിൽ കാണുകയാണെങ്കിൽ എന്തായാലും നല്ല ടൈം സ്പെൻഡ് ചെയ്യും. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ പ്രസൻറ്റ് ചെയ്ത രീതി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്? ക്വസ്റ്റ്യനിൽ 3 റോ മെറ്റീരിയൽ ഉണ്ട്, എ ബി സി. അപ്പോൾ ഓരോന്നും ചോദിക്കുമ്പോൾ ആ റോ മാത്രം നോക്കുക. ഇപ്പോൾ എ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ദിക്ക് മാത്രം നോക്കുക, ബി ചോദിക്കുകയാണെങ്കിൽ ബീൻ്റെ റോക്ക് മാത്രം നോക്കുക. അപ്പോൾ മിനിമം സ്റ്റോക്ക് ഓഫ് എ, ഫസ്റ്റത്തെ ചോദിച്ചത് മിനിമം സ്റ്റോക്ക് ഓഫ് എ, രണ്ടാമത്തത് മാക്സിമം സ്റ്റോക്ക് ഓഫ് ബി, റീഓർഡർ ലെവൽ ഓഫ് സി, ആവറേജ് സ്റ്റോക്ക് ഓഫ് എ. ഇനി ഓരോ ഫോർമുല നമുക്ക് അതൊന്ന് എഴുതാം. മിനിമം സ്റ്റോക്കിൻ്റെ ഫോർമുല എന്താ? മിനിമം സ്റ്റോക്കിൻ്റെ ഫോർമുല റീഓർഡർ ലെവൽ, മിനിമം സ്റ്റോക്കിൻ്റെ ഫോർമുല റീഓർഡർ ലെവൽ മൈനസ് ആവറേജ് കൺസംഷൻ. ആ സി നാട്ടിലുണ്ട് കൺസംഷന്. ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് ലീഡിങ് ടൈം. ഇതല്ല മിനിമം സ്റ്റോക്ക് ഓഫ് എ. ഇനി മാക്സിമം സ്റ്റോക്കിൻ്റെ ഫോർമുല, മാക്സിമം സ്റ്റോക്കിൻ്റെ ഫോർമുല റീഓർഡർ ക്വാണ്ടിറ്റി. റീഓർഡർ ക്വാണ്ടിറ്റി ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നാണ്. റീഓർഡർ ക്വാണ്ടിറ്റി ഇത് ശ്രദ്ധിക്കണം. ഈ ഒരു ക്വസ്റ്റ്യനിൽ റീഓർഡർ ക്വാണ്ടിറ്റി തന്നാണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. വേറെ നോർമലി റീഓർഡർ ക്വാണ്ടിറ്റി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഫോർമുല വെച്ച് അപ്ലൈ ചെയ്യണോ. റീഓർഡർ ക്വാണ്ടിറ്റി പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് EOQ ആണ്. അപ്പോൾ EOQൻ്റെ ഫോർമുല വെച്ചിട്ട് റീഓർഡർ ക്വാണ്ടിറ്റി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ കാണണം. മാക്സിമം സ്റ്റോക്കിൽ വരുമ്പോഴാട്ടോ റീഓർഡർ ക്വാണ്ടിറ്റി വരിക. അതങ്ങോട്ടും മാക്സിമം മിനിമവും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആവണ്ട. അപ്പോൾ റീഓർഡർ ക്വാണ്ടിറ്റി പ്ലസ് റീഓർഡർ ലെവൽ മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം ലീഡിങ് ടൈം. ഇതല്ലേ റീഓർഡർ മാക്സിമം സ്റ്റോക്കിൻ്റെ ഫോർമുല. ഇനി റീഓർഡർ ലെവൽ ഓഫ് സി. റീഓർഡർ ലെവലിൻ്റെ ഫോർമുല എന്താ? റീഓർഡർ ലെവലിൻ്റെ ഫോർമുല മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം ലീഡിങ് ടൈം. ആവറേജ് സ്റ്റോക്ക് ഓഫ് എ. ആവറേജ് സ്റ്റോക്കിൻ്റെ ഫോർമുല മാക്സിമം സ്റ്റോക്ക് പ്ലസ് മിനിമം സ്റ്റോക്ക് ബൈ 2 അല്ലേ ആവറേജ് സ്റ്റോക്കിൻ്റെ. ഇത് ഞാൻ ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം സ്റ്റോക്കിനെ 1 ആക്കിയിട്ടെടുത്ത് മിനിമം സ്റ്റോക്കിനെ 2 ആക്കിയെടുത്ത് 1 + 2/2. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്
ഇതിനെ 1 ആക്കി എടുത്ത് മിനിമം ഉണ്ട്. അപ്പോൾ 1 + 2/2 അതാണ് ആവറേജ് സ്റ്റോക്ക്. മിനിമം പ്ലസ് മാക്സിമം ബൈ 2 ആണ് ആവറേജ് സ്റ്റോക്ക്. ഇനി നമ്മൾ ഫോർമുല ഒന്ന് റെഡിയായി. ഇനി നോക്കേണ്ടത് ഏത് റോ മെറ്റീരിയലിലാണ് ചോദിക്കണതെന്നാണ്. ഫോർമുല ഏത് റോ മെറ്റീരിയലിലാണ്. മിനിമം സ്റ്റോക്ക് ഓഫ് എ ആണ് ചോദിച്ചത്. അപ്പോൾ മിനിമം സ്റ്റോക്ക് ഓഫ് എ, മിനിമം സ്റ്റോക്കിൻ്റെ ഫോർമുല റീഓർഡർ ലെവൽ മൈനസ് ആവറേജ് ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് ലീഡിങ് ടൈം അല്ലേ. അപ്പോൾ ഇവിടെ ഇനി നോക്കേണ്ടത് കൺസംഷൻ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നോക്കണം. ക്വസ്റ്റ്യനിലെ കൺസംഷൻ ഇവിടെ നിന്ന് നോക്കണം. റീഓർഡർ ലെവൽ ക്വസ്റ്റ്യനിൽ തന്നാണ്. ഇപ്പോൾ ഈ റോയിൽ മാത്രം നിങ്ങൾ നോക്കി. ഏനെ പറ്റിയല്ല, ഫസ്റ്റത്തെ ഏനെ പറ്റിയാണ് ചോദിച്ചത്. അപ്പോൾ റീഓർഡർ ലെവൽ ഈ ക്വസ്റ്റ്യനിൽ തന്നാണ്. റീഓർഡർ ലെവൽ ഇതല്ലേ. അപ്പോൾ 8000 ആണ് ഇവിടെ വരിക. 8000 റീഓർഡർ ലെവൽ നിന്ന്. ഇനി ആവറേജ് കൺസംഷൻ നോക്കണം. ലീഡിങ് ടൈം പിന്നെ ഇവിടെ തന്നത്. ഇതാണ് ഡെലിവറി പീരീഡാണ് ഇവിടെ ലീഡിങ് ടൈം എന്ന് അങ്ങനെയും പറയും. ലീഡിങ് ടൈം എന്ന് പറയും. അപ്പോൾ ഇതാണ് ലീഡിങ് ടൈം. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്കിപ്പോൾ വേണ്ടതാ ആവറേജ് ലീഡിങ് ടൈം അല്ലേ. അപ്പോൾ എൻ്റെ ആവറേജ് ലീഡിങ് ടൈം പറഞ്ഞാൽ 2. ഇനി കൺസംഷൻ ഇവിടെ തന്നെ വീക്ക്ലി പ്രൊഡക്ഷൻ. കൺസംഷൻ 175 മിനിമം കൺസംഷൻ. ഇത് ആവറേജ് കൺസംഷൻ 225 മാക്സിമം കൺസംഷൻ. അപ്പം നമുക്ക് ആവറേജ് കൺസംഷനാണ് വേണ്ടത്. അപ്പോൾ 200 യൂണിറ്റ് ആണ്. പക്ഷെ കൺസംഷൻ എടുക്കുമ്പോൾ ഇവിടെ പെർ യൂണിറ്റിൻ്റെ ഇതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പെർ യൂണിറ്റ് അപ്പോൾ ചെയ്ത് നോക്കാം ഒന്ന് ക്വസ്റ്റ്യൻ. അപ്പോൾ എത്ര വരും? എൻ്റെ റീഓർഡർ ലെവൽ എത്ര? 8000 അല്ലേ. 8000 യൂണിറ്റ് മൈനസ് ആവറേജ് കൺസംഷന് 2000 ഇൻറ്റു ഈ പെർ യൂണിറ്റിൻ്റെ ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുള്ളൂ. ഇത് ശ്രദ്ധിക്കേണ്ടി വരും. ഇതായിട്ട് കൺസംഷൻ ഇതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ 200 ഇൻറ്റു 10 ഇൻറ്റു ഇനി ലീഡിങ് ടൈം ആവറേജ് ലീഡിങ് ടൈം എത്ര വരും? ആവറേജ് ലീഡിങ് ടൈം 2 അല്ലേ ഇവിടെ. 2. അപ്പോൾ എത്ര വരും ആൻസർ? എത്ര വരും? 4000 അല്ലേ ആൻസർ. മിനിമം സ്റ്റോക്ക് ഓഫ് എ. ഇനി മാക്സിമം സ്റ്റോക്ക് ഓഫ് ബി. മാക്സിമം സ്റ്റോക്ക് ഓഫ് ബി ആണ് വേണ്ടത്. അപ്പോൾ ബീൻ്റെ ആണ് നമ്മൾ നോക്കേണ്ടത്. ബീൻ്റെ നോക്കുമ്പോൾ ബീൻ്റെ റോ നോക്കുക. അപ്പോൾ മാക്സിമം സ്റ്റോക്ക് ഓഫ് ബി വരുമ്പോൾ എന്താ ഫോർമുല? റീഓർഡർ ക്വാണ്ടിറ്റി പ്ലസ് റീഓർഡർ ലെവൽ മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം ലീഡിങ് ടൈം അല്ലേ. അപ്പോൾ റീഓർഡർ ക്വാണ്ടിറ്റി പറഞ്ഞാൽ ഇവിടെയാണ് വരുന്നത്. ക്വസ്റ്റ്യനിൽ റീഓർഡർ ക്വാണ്ടിറ്റി ഏതാ? ബീൻ്റെ 5000 അല്ലേ. ഇനി റീഓർഡർ ലെവൽ ഏതാ? 4750
മൈനസ് മിനിമം കൺസംഷൻ 175 ഇൻറ്റു മിനിമം ലീഡിങ് ടൈം ഇതല്ലേ, മിനിമം ലീഡിങ് ടൈം 3. ഈ ഫോർമുല ഇനി അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ reorder quantity 5000 plus reorder level 4750 minus minimum consumption വരുമ്പോൾ 175 ഇൻറ്റു ഇതല്ലേ, ഇത് മൾട്ടിപ്ലൈ ചെയ്യാം 4 ഇൻറ്റു മിനിമം ലീഡിങ് ടൈം എത്ര? മിനിമം ലീഡിങ് ടൈം 3. അപ്പോൾ ആൻസർ എത്ര വരും? 5400. ഇതാണ് ആൻസർ. ഇനി നോക്കണേ റിയോർഡർ ലെവൽ ഓഫ് സി പറഞ്ഞാൽ മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം ലീഡിങ് ടൈം അല്ലേ. അപ്പോൾ റിയോർഡർ ലെവൽ ഓഫ് സി മാക്സിമം കൺസംഷൻ ഇൻറ്റു സി. ഇനി ലാസ്റ്റ് സീൻ്റെ റോ നോക്കാം. മാക്സിമം കൺസംഷൻ എത്ര? മാക്സിമം കൺസംഷൻ ഇതല്ല, മാക്സിമം കൺസംഷൻ 225. ഇനി മാക്സിമം ലീഡിങ് ടൈം 4 ഇൻറ്റു 4 അല്ല ഇൻറ്റു 6 ഇതല്ലേ കൺസംഷൻ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. $225 ഇൻറ്റു 6 ഇൻറ്റു 4. അപ്പം ആൻസർ എത്ര വരും? അല്ല, നേരത്തെ ആൻസർ ഇവിടെ ആൻസർ മാറിയാണ്. ഇവിടെ ആൻസർ ഉണ്ട് 7650 അല്ലേ, ഇൻറ്റു 6 ഇൻറ്റു 4 റെഡി. ഈ ക്വസ്റ്റ്യനിൽ എന്താ ലാസ്റ്റ് ചോദിച്ചത്? ആവറേജ് സ്റ്റോക്ക് ലെവൽ ഓഫ് എ. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് ലെവലിൻ്റെ ഫോർമുല എന്താ? മാക്സിമം സ്റ്റോക്ക് പ്ലസ് മിനിമം സ്റ്റോക്ക് ബൈ 2 അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് തന്നെ കാൽക്കുലേറ്റ് ചെയ്തേനി മിനിമം സ്റ്റോക്ക് ഓഫ് എ അല്ലേ. അപ്പോൾ മിനിമം സ്റ്റോക്ക് ഓഫ് എ നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് 4000. ഇനി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മാക്സിമം സ്റ്റോക്കിൻ്റെ ഫോർമുല റിയോർഡർ ക്വാണ്ടിറ്റി പ്ലസ് റിയോർഡർ ലെവൽ മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം ലീഡിങ് ടൈം അല്ലേ. അത് കണ്ടെത്തിയതിന് ശേഷം ഇത് രണ്ടിൻ്റെ ആവറേജ് കണ്ടാൽ മതി. അപ്പോൾ ആലോചിച്ച് അപ്പോൾ എൻ്റെ ഏരിയക്ക് പോവാം. ഫസ്റ്റ് തന്നെ മാക്സിമം ഇനി കാണാത്ത മാക്സിമം സ്റ്റോക്ക് ഓഫ് എ അല്ലേ. അപ്പോൾ മാക്സിമം സ്റ്റോക്ക് ഓഫ് എക്ക് റീഓർഡർ ക്വാണ്ടിറ്റി 10,000, റീഓർഡർ ലെവൽ 8,000 മൈനസ് മിനിമം കൺസംഷൻ 175 ഇൻറ്റു 10
ഇൻറ്റു മിനിമം ലീഡിങ് പീരീഡ് 1. ഇനി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എത്ര വരും? 10,000 പ്ലസ് 8,000 റീഓർഡർ ലെവൽ മൈനസ് എത്ര വരും? മിനിമം കൺസംഷൻ ഇൻറ്റു 10 ഇൻറ്റു മിനിമം ലീഡിങ് പീരീഡ്. അപ്പോൾ എത്ര വരും? മാക്സിമം സ്റ്റോക്ക് ഓഫ് എ എത്ര വരും? 16,250 വരും. ഇനി ആവറേജ് കാണാൻ എന്ത്? നേരത്തെ മിനിമം സ്റ്റോക്ക് നമ്മൾ കണ്ടെത്തിയില്ലേ? മിനിമം സ്റ്റോക്ക് 4,000 അല്ലേ? ഇത് രണ്ടും ബൈ ചെയ്താൽ എത്ര വരും? കിട്ടണമായിരിക്കും ആവറേജ് സ്റ്റോക്ക് ഓഫ് എ. അപ്പോൾ ഇത്രയുള്ള ഈ ക്വസ്റ്റ്യൻ. ഇനി പ്രാക്ടിക്കൽ പ്രോബ്ലം 6. 4ഉം 6ഉം സെയിം രീതിയിലുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ 6 ഡിസ്കസ് ചെയ്തതിന് ശേഷം നേരിട്ട് 5ഉം 7ഉം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചത്? റീഓർഡർ ലെവൽ, മാക്സിമം ലെവൽ, മിനിമം ലെവൽ, ഡേഞ്ചർ ലെവൽ. അപ്പോൾ റീഓർഡർ ലെവലിൻ്റെ ഫോർമുല എന്തെങ്കിലും ആദ്യം എഴുതാം. മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം ലീഡിങ് ടൈം അല്ലേ? അതല്ലേ റീഓർഡർ ലെവൽ. ഇനി മാക്സിമം ലെവൽ എങ്ങനെ? റീഓർഡർ ക്വാണ്ടിറ്റി പ്ലസ് റീഓർഡർ ലെവൽ മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം ലീഡിങ് ടൈം അല്ലേ? ഈ മിനിമം ലെവലോ? റീഓർഡർ ലെവൽ മൈനസ് ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് ലീഡിങ് ടൈം അല്ലേ? ഡേഞ്ചർ ലെവൽ നേരത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചില്ല. അപ്പോൾ ഈ ഒരു നോക്കാം. ഡേഞ്ചർ ലെവലിൻ്റെ ഫോർമുല ആവറേജ് കൺസംഷൻ ഇൻറ്റു ലീഡിങ് ടൈം ഫോർ എമർജൻസി പർച്ചേസ്. അപ്പോൾ ഇതാണ് ഫോർമുല. ഇനി ആദ്യം റീഓർഡർ ലെവൽ നോക്കാം. റീഓർഡർ ലെവൽ മാക്സിമം കൺസംഷനും ഇൻറ്റു മാക്സിമം ലീഡിങ് ടൈം വരുന്നത്. അപ്പോൾ മാക്സിമം കൺസംഷന് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത് കൺസംഷൻ്റെ ഏരിയ, ഇവിടെ കൺസംഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഇവിടെ ലീഡിങ് ടൈമും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം മാക്സിമം കൺസംഷൻ ക്വസ്റ്റ്യനിൽ തന്നത് പറഞ്ഞാൽ ആവറേജ് കൺസംഷനും മാക്സിമം കൺസംഷനാണ് തന്നത്. എന്ത് തന്നിട്ടില്ല? മിനിമം കൺസംഷൻ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കാണണം, മിനിമം കൺസംഷൻ ഫസ്റ്റ് കാണണം. മിനിമം കൺസംഷൻ കാണുകയാണെങ്കിൽ എന്തായിരിക്കും? ആവറേജ് 1,500ഉം മാക്സിമം 2,000 ആണ്. അപ്പോൾ മിനിമം ആവറേജ് കൺസംഷൻ ഈസ് ഈക്വൽ ടു
മാക്സിമം കൺസംഷൻ ഇൻറ്റു മിനിമം കൺസംഷൻ ബൈ 2 അല്ലേ. അപ്പോൾ ഇത് വെച്ച് കാണുമ്പോൾ ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ മിനിമം കൺസംഷൻ നിങ്ങൾ ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ ഫോർമുല വെച്ചിട്ട് മിനിമം കൺസംഷൻ വരുമ്പോൾ 1000 വരിക മിനിമം കൺസംഷൻ. റീഓർഡർ ലെവലിന് കണ്ടത് മാക്സിമം കൺസംഷനാണ്. അപ്പോൾ 2000 ആണ് മാക്സിമം കൺസംഷൻ. അത് ക്വസ്റ്റ്യനിൽ തന്നാണ്. പിന്നെ മാക്സിമം ലീഡിങ് ടൈം വരുമ്പോൾ ലീഡിങ് ടൈം ഇതിൽ തന്നാണ്. മാക്സിമം ലീഡിങ് ടൈം 15 days. അപ്പോൾ റീഓർഡർ ലെവൽ എത്ര ആയിരിക്കും? 2000 ഇൻറ്റു 15 days അല്ലേ, സിംഗിൾ ടു എത്ര വരും? 30,000. ഇനി മാക്സിമം ലെവലിന് എന്ത് കാണണം? ഒരു ക്വസ്റ്റ്യനിൽ മാക്സിമം ലെവൽ കാണുന്നുണ്ടെങ്കിൽ റീഓർഡർ ക്വാണ്ടിറ്റി തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ റീഓർഡർ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ റീഓർഡർ ക്വാണ്ടിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ റീഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ കാണണം. എങ്ങനെ കാണണം? അങ്ങനെ തരാത്തതിന് നമ്മൾ ഫോർമുല വെച്ച് കാണണം. EOQ കാണണം. EOQ ഈക്വൽ ടു √2 ഇൻറ്റു A ഇൻറ്റു O/C അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻഡ് ഓർഡർ, ഇത് ഓർഡർ കോസ്റ്റ്, ഇതല്ല ഓർഡർ കോസ്റ്റ്, ഇത് യൂണിറ്റ് പർച്ചേസ്ഡ് A, ഇത് പർച്ചേസ് പ്രൈസ് പെർ യൂണിറ്റ്, ഇത് വേണ്ട. ഇനി എന്താ ക്യാരിങ് കോസ്റ്റ് അല്ലേ ലാസ്റ്റ് വേണ്ടത്. അപ്പോൾ ക്യാരിങ് കോസ്റ്റ് 10. അപ്പോൾ ക്വസ്റ്റ്യനിൽ അപ്ലൈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 2 ഇൻറ്റു A എത്ര? 5 lakh ഇൻറ്റു ഓർഡർ കോസ്റ്റ് 400 ബൈ 2 അല്ലേ. അപ്പോൾ എത്ര വരും? EOQ എത്ര വരും? EOQ 20,000 വരും. 20,000. അപ്പോൾ EOQ ഉണ്ട്. ഇനി നേരിട്ട് ഫോർമുല ചെയ്തോളൂ. പിന്നെ എന്താ റീഓർഡർ ലെവൽ ഇതല്ലേ റീഓർഡർ ലെവൽ തൊട്ട് മുമ്പ് കണ്ടെത്തി. ഇനി മിനിമം കൺസംഷൻ നമ്മൾ കണ്ടെത്തി. ഇതാ 1000. പിന്നെ മിനിമം ലീഡിങ് ടൈം എത്ര? 10 days. ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ മാക്സിമം കൺസംഷൻ ഇസ് ഈക്വൽ ടു റീഓർഡർ ക്വാണ്ടിറ്റി പ്ലസ് റീഓർഡർ ലെവൽ മൈനസ് ഇൻറ്റു മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം ലീഡിങ് ടൈം. അപ്പോൾ റീഓർഡർ ക്വാണ്ടിറ്റി എത്ര? 20,000 പ്ലസ് റീഓർഡർ ലെവല് 30,000 മൈനസ് മിനിമം കൺസംഷൻ 1,000 ഇൻറ്റു മിനിമം ലീഡിങ് ടൈം എത്ര? മിനിമം ലീഡിങ് ടൈം
മിനിമം ലീഡ് ടൈം 5 days ആണ്. 5 ആൻസർ എത്ര വരും? 45 അല്ലേ? 45,000. ഇനി എന്താ മൂന്നാമത് ചോദിച്ചത്? മിനിമം ലെവല്. മിനിമം ലെവലിൻ്റെ ഫോർമുല എന്താ? റീഓർഡർ ലെവൽ മൈനസ് ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് ലീഡിങ് ടൈം. അപ്പോൾ റീഓർഡർ ലെവൽ ഫസ്റ്റ് തന്നെ കണ്ടെത്തി 30,000 മൈനസ് ആവറേജ് കൺസംഷൻ എത്ര? ആവറേജ് കൺസംഷൻ 1,500 ഇൻറ്റു ആവറേജ് ലീഡിങ് ടൈം. ആവറേജ് ലീഡിങ് ടൈം 10 days. അപ്പോൾ റീഓർഡർ ലെവൽ 30,000 അല്ല 30,000 മൈനസ് മിനിമം കൺസംഷൻ എത്ര? മിനിമം കൺസംഷൻ 1,500 ഇൻറ്റു മിനിമം ലീഡിങ് ടൈം 10. അപ്പോൾ എത്രയും ആൻസർ 15,000. അതാണ് മിനിമം ലെവൽ. ഇനി ഡേഞ്ചർ ലെവലിന് ആവറേജ് കൺസംഷൻ ഇൻറ്റു ലീഡിങ് ടൈം ഫോർ എമർജൻസി പർച്ചേസ്. ലീഡിങ് ടൈം ഫോർ എമർജൻസി പർച്ചേസ് ക്വസ്റ്റ്യനിൽ ആൾറെഡി തന്നു. അപ്പോൾ ലീഡിങ് ടൈം ഫോർ എമർജൻസി പർച്ചേസ് ക്വസ്റ്റ്യനിൽ ആൾറെഡി തന്നത് ഇതല്ലേ 4 days. അപ്പോൾ ഇതെടുക്കുക. പിന്നെ ആവറേജ് കൺസംഷൻ എന്നല്ലേ പറഞ്ഞത്? ആവറേജ് കൺസംഷൻ എത്ര? 1,500. ഇപ്പം ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്യാം. 1,500 ഇൻറ്റു എമർജൻസിൻ്റെ 4 days അല്ലേ? അപ്പോൾ 4 days ഇസ് ഈക്വൽ ടു എത്രയാകും? 6,000. ഇത്ര ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 5 നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇതൊരു എക്സാമിന് നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ ചോദിക്കണമെന്ന് നോക്കാം. XV Limited has received an offer of quantity discount on its order of materials as under. അപ്പം ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്. അപ്പോൾ ഇതെന്താണ്? പ്രൈസ് പെർ ടണ്ണ്. ടണ്ണ്. അപ്പോൾ ഇതാണ് ഓർഡർ ക്വാണ്ടിറ്റി ലെസ് ദാൻ 500 ആകുമ്പോഴും 500 to 1,000 to 2,000 to 3,000 about 3,000. അപ്പോൾ ലെസ് ദാൻ 500 ആകുമ്പോൾ പ്രൈസ് വരുന്നത് 1,200. 500 to 1,000 വരുമ്പോൾ 1,180. അപ്പോൾ ഓർഡർ ക്വാണ്ടിറ്റി മാറുന്നതിനനുസരിച്ച് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ ചോദിക്കണത്? യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് മോസ്റ്റ് എക്കണോമിക് പർച്ചേസ് ലെവൽ. ഈ ഒരു ഇതിൽ നിന്ന് മോസ്റ്റ് എക്കണോമിക് പർച്ചേസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓർഡർ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഏറ്റവും ടോട്ടൽ കോസ്റ്റ് കുറഞ്ഞിട്ട് കിട്ടുന്ന ഏതാണോ ആ ഓർഡർ ക്വാണ്ടിറ്റിയാണ് അവിടെ ചോദിക്കുന്നത്. ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി. അതിന് ക്വസ്റ്റ്യനിൽ തന്നത് ആനുവൽ റിക്വയർമെൻറ്റ്
5000 അല്ലേ എ. പിന്നെ ഓർഡർ കോസ്റ്റ് ഓ 1200. 20 ക്യാരിങ് കോസ്റ്റ് ഹോൾഡിംഗ് കോസ്റ്റ് അതാ ക്യാരിങ് കോസ്റ്റ് 20% ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് പറയാണ് അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ 20% ആണ് ക്യാരിങ് കോസ്റ്റ് ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ICA എങ്ങനെ പ്രസൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കാണണം. ഓരോ ഓർഡർ ക്വാണ്ടിറ്റീനും ടോട്ടൽ കോസ്റ്റ് കാണാം. അതിന് ശേഷം ഏത് ഓർഡർ കോസ്റ്റാണ് ലോവറായിട്ട് നിൽക്കുന്നത്. കോസ്റ്റ് കുറയുമ്പോഴല്ലേ നമുക്ക് ബെനിഫിറ്റ് വരിക. അപ്പോൾ ഏതെല്ലാമാണ് കോസ്റ്റ് കുറവുള്ളത് അത് ആ ഒരു ഓർഡർ ക്വാണ്ടിറ്റി ആയിരിക്കും നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടോട്ടൽ കോസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ ടോട്ടൽ കോസ്റ്റ് നോർമലി 3 കോസ്റ്റുകൾ ഇൻക്ലൂഡഡ് ആണ്. ഒന്ന് കോസ്റ്റ് ആൻഡ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് പ്രൈസ്, പിന്നെ ഓർഡറിങ് കോസ്റ്റ് രണ്ടാമത്, മൂന്നാമത് സ്റ്റോറേജ് കോസ്റ്റ് അല്ലെങ്കിൽ ക്യാരിങ് കോസ്റ്റ്. അപ്പോൾ പർച്ചേസ് പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു 5000 യൂണിറ്റ് അല്ലേ നമുക്ക് ടോട്ടൽ ആനുവൽ റിക്വയർമെൻറ്റ്, അതേ മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസ് പെർ യൂണിറ്റ്. ഡിഫറെൻറ്റ് ഓർഡർ ക്വാണ്ടിറ്റിയിൽ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ക്വസ്റ്റനിൽ അതേമാതിരി തന്നാണ്. ഇനി രണ്ടാമത് ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ 1200 ആണ്. അപ്പോൾ എന്ത് കണ്ടെത്തണം? നമ്പർ ഓഫ് ഓർഡർ ടേക്കൺ കണ്ടെത്തണം ഡിഫറെൻറ്റ് ഓർഡർ ക്വാണ്ടിറ്റിയിൽ. അപ്പോൾ ആനുവൽ റിക്വയർമെൻറ്റ് ബൈ ഓർഡർ ക്വാണ്ടിറ്റി ചെയ്താൽ നമ്പർ ഓഫ് ഓർഡർ ടേക്കൺ കിട്ടും. നമ്പർ ഓഫ് ഓർഡർ ടേക്കൺ ഇപ്പോൾ എക്സാമ്പിളിന് 5000 by 500. അപ്പോൾ എത്ര വരും? നമ്പർ ഓഫ് ഓർഡർ ടേക്കൺ 10 ഇൻറ്റു 1200 എത്ര ആവും? 12,000 ആയി മതി. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ക്യാരിങ് കോസ്റ്റ് ശ്രദ്ധിക്കണം. ഞാൻ എല്ലാ ക്വസ്റ്റ്യനിലും പറയാറുണ്ട് ക്യാരിങ് കോസ്റ്റ് ആവറേജ് എടുക്കലാണ്. ഓർഡർ ക്വാണ്ടിറ്റീൻ്റെ ആവറേജാണ് എടുക്കൽ ക്യാരിങ് കോസ്റ്റ് വരുമ്പോൾ. ഓർഡർ ക്വാണ്ടിറ്റീൻ്റെ ആവറേജ് എടുക്കും. അപ്പോൾ ഇവിടെ 500 ആണെങ്കിൽ ക്യാരിങ് കോസ്റ്റ് എത്രയായി? 250. അതിൻ്റെ ആ ഒരു യൂണിറ്റിൻ്റെ മുകളിൽ 20% ഓഫ് എത്രയാണോ പ്രൈസിൻ്റെ അതിൻ്റെ 20% അല്ലേ ക്വസ്റ്റ്യനിൽ നിന്ന് ക്യാരിങ് കോസ്റ്റ് 20%. ആ പ്രൈസിൻ്റെ 20% ആ ഡിഫറെൻറ്റ് ഓർഡർ ക്വാണ്ടിറ്റിക്ക് ചേഞ്ച് ചെയ്യാം, ക്യാരിങ് കോസ്റ്റ് ചേഞ്ച് ചെയ്യും. ക്യാരിങ് കോസ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആവറേജ് എടുക്കണം. ഓർഡർ ക്വാണ്ടിറ്റീൻ്റെ ആവറേജ് എടുക്കണം. എന്നിട്ട് പ്രൈസിൻ്റെ മുകളിൽ 20% കാണാം. എന്നിട്ട് ഇത് മൂന്നും പാടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഉണ്ടോ ഓരോ ഓർഡർ ക്വാണ്ടിറ്റിയിലും. അപ്പോൾ നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് ടോട്ടൽ കോസ്റ്റ് കുറയണതായിരിക്കും. കോസ്റ്റ് കുറയണതല്ല നമുക്ക് ബെനിഫിറ്റ്. അപ്പോൾ ഇതാണ് ഇതിൽ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 1000 യൂണിറ്റ് ഓർഡർ ക്വാണ്ടിറ്റി, നമ്പർ ഓഫ് ഓർഡർ 5 ഓർഡർ ടേക്ക് ചെയ്യുന്നത്. ഈ ഒരു പോളിസിയാണ് നമുക്ക് ഏറ്റവും ബെറ്റർ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ രണ്ടാമതായിട്ട് ചോദിച്ചത് എന്താ?
പ്രൈസ് 1500 ആണെങ്കിൽ ഓർഡർ ക്വാണ്ടിറ്റി എത്രയെന്നാണ് ചോദിച്ചത്. പ്രൈസ് 1500 ആണെങ്കിൽ ഓർഡർ ക്വാണ്ടിറ്റി എത്രയെന്നാണ് ചോദിച്ചത്. പ്രൈസ് 1500 ആണെങ്കിൽ ഓർഡർ ക്വാണ്ടിറ്റി എത്രയെന്ന് ചോദിക്കുക. അപ്പോൾ EOQൻ്റെ ഫോർമുല എടുക്കുക, അപ്ലൈ ചെയ്യുക. EOQ = √2 × A × O/C അല്ലേ. അപ്പോൾ എത്ര വരും? ആനുവൽ റിക്വയർമെൻറ്റ് 5000 × ഓർഡർ കോസ്റ്റ് 1200 ബൈ ക്യാരിങ് കോസ്റ്റ് എത്ര വരും? പ്രൈസിൻ്റെ 20% എന്ന് പറഞ്ഞാൽ 300 √3. ഇപ്പോൾ ഇത് എത്ര വരുന്നത് നോക്കാം. പ്രൈസ് 1200 ആവും, അല്ല 1500 ആണെങ്കിൽ ഓർഡർ ക്വാണ്ടിറ്റി 200 യൂണിറ്റ് ആണ് വരിക. 200 യൂണിറ്റ്. അപ്പോൾ ഇത്ര ഉള്ളൂ. പ്രാക്ടിക്കൽ പ്രോബ്ലം 5. അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് ഒന്ന് കണ്ടാൽ പിന്നെ നമുക്ക് മനസ്സിലാവും. നേരെ മറിച്ച് നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ എക്സാമിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ആ കോൺഫിഡൻസ് തന്നെ പോകും. സംഗതി സിമ്പിളാണ്, സിമ്പിൾ ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ചാൽ മതി. ഇനി ഈ വീഡിയോത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രാക്ടിക്കൽ പ്രോബ്ലം 7. അപ്പോൾ G Limited produce a product which has a monthly demand of 4000 യൂണിറ്റ്. അപ്പോൾ മന്ത്ലി ഡിമാൻഡ് ഉള്ളത് നേരെ ആനുവലി ഡിമാൻഡ് ആക്കണമെങ്കിൽ മൾട്ടിപ്ലൈ ബൈ 12 ചെയ്യാം. The product requires a product X which purchase at 20. Purchase price 20, for which finished product 1 unit of component is required. The ordering cost is 120. അപ്പോൾ ordering cost 120. Holding cost അതായത് carrying cost 20% അല്ല 10% of purchase price 2 ആയിട്ട് വരില്ലേ. 10% of 20. അപ്പോൾ 2 ആണ് ക്യാരിങ് കോസ്റ്റ്. ഇനി എന്താ ക്വസ്റ്റ്യനിൽ എന്താ ചോദിക്കണത്? ഫസ്റ്റ് EOQൻ്റെ ഫോർമുല വെച്ച് അപ്ലൈ ചെയ്യുക. രണ്ടാമത് ഇഫ് മിനിമം ലോഡ് സൈസ് ഈസ് സപ്ലൈഡ് ഈസ് 4000 യൂണിറ്റ്, വാട്ട് ഈസ് ദ എക്സ്ട്രാ കോസ്റ്റ് കമ്പനി ഹാസ് ഇൻകേർഡ്. അപ്പോൾ സെക്കൻഡ് ചെയ്യേണ്ടത്, ഇത് ചെയ്ത പ്രോബ്ലം തന്നെ, അതുകൊണ്ട് ഒന്നും പാട് ചെയ്യാനില്ല, വീഡിയോ ഒന്നും ഓവർ ലെങ്തി ആവും. അപ്പോൾ ചെയ്യാത്ത ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് പിന്നെയും ഡിസ്കസ് ചെയ്യാം, അതല്ല ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഫസ്റ്റ് EOQൻ്റെ മുകളിൽ ടോട്ടൽ കോസ്റ്റ് കാണുക, പിന്നെ 4000 യൂണിറ്റിൻ്റെ മുകളിൽ ടോട്ടൽ കോസ്റ്റ് കാണുക. അത് അതിന് ഡിഫറൻസ് എമൗണ്ട് ഉണ്ടാവും, അതായിരിക്കും എക്സ്ട്രാ കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് പ്രാക്ടിക്കൽ പ്രോബ്ലം 4 to 7 വരെ ഡിസ്കസ് ചെയ്തിന്. ഓർഡർ ഒന്ന് മാറിയാണ്, 4, 6 പിന്നെ 5, 7 അങ്ങനെ ഡിസ്കസ് ചെയ്ത് കണക്ട് ചെയ്ത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പ്രോസസ് കോസ്റ്റോ അല്ലെങ്കിൽ കോസ്റ്റ് ഷീറ്റോ ഡിസ്കസ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.